IFPHന്റെ 1466 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 2024 സെപ്റ്റംബർ 5 അധ്യാപക ദിനമായ ഇന്ന് IFPH അധ്യാപക ദിനം ആചരിക്കുകയാണ്. ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ അർപ്പിക്കുന്നു. അക്ഷര വെളിച്ചം പകർന്നു തന്ന് അക്ഷര ലോകത്ത് നമ്മെ കൈപിടിച്ചുയർത്തിയ എല്ലാ അധ്യാപകരെയും ഹൃദയപൂർവ്വം സ്മരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും IFPHന്റെ അധ്യാപക ദിനാചരണ പരിപാടി ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഹ്യൂബർട്ട് ഡിസിൽവ ഡോക്ടറെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ആശംസകൾ. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. കൃപയോലുമേകനാമം പരിപൂജ്യമായിടണം, തിരുവിഷ്ടമെന്നും ഇവിടെ പ്രിയമാകണം, നിറവേറണം. ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ, ചെയ്യുന്നതാകെയും ഫലമായിടും. ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ, ചെയ്യുന്നതാകെയും ഫലമായിടും. പരമേറ്റ കാര്യമേതും ആശ്വാസദായകൻ മിഴിവോടെ പൂർത്തിയാക്കുവാനും കഴിവേകിടും. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. അനസ്യൂതമാരിലും നീ വന്നു വാഴുകിൽ, ബലഹീന ജീവിതം ജയമാർന്നിടും. അനസ്യൂതമാരിലും നീ വന്നു വാഴുകിൽ, ബലഹീന ജീവിതം ജയമാർന്നിടും. ഭയമേതുമേശിടാതെ ഏതേതു ക്ലേശവും അവനായി ഏറ്റുവാങ്ങിടാനും മനസ്സാകണം. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. കൃപയോലുമേകനാമം പരിപൂജ്യമായിടണം, തിരുവിഷ്ടമെന്നും ഇവിടെ പ്രിയമാകണം, നിറവേറണം. നന്ദി. ഈ ചടങ്ങില് സ്വാഗതം ആശംസിക്കുന്നതിനായി റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ശൈലയെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ഡോക്ടർ മറിയാമ്മ ജോൺ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ അധ്യാപക ദിന ആശംസകൾ നേരുന്നു. അധ്യാപക ദിന ആചരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് എൻ്റെ 2 അധ്യാപകർ, സാധാരണ ആരെങ്കിലുമൊക്കെ കാണാൻ പോണ പതിവുണ്ട്, കാണാൻ പോകാൻ സാധിച്ചില്ല. പക്ഷെ 2 പേരെ വിളിച്ച് സംസാരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞാനും. അപ്പോൾ ഇന്നത്തെ പ്രത്യേക പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്നത്തെ ഈ വിശേഷാൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായി എത്തുന്നത് നമ്മുടെ IFPHന്റെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സേഠ് സാറാണ്. അദ്ദേഹത്തെ ഞാൻ ബഹുമാന പുരസ്സരം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇപ്പോ
നമുക്ക് വേണ്ടി പ്രാർത്ഥന ഗീതം ആലപിച്ച ഡോക്ടർ ഹ്യൂബർട്ടിനെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇന്ന് ആശംസകൾ അർപ്പിക്കാനായി എത്തുന്നത് നല്ല മികച്ച സേവനം കാഴ്ചവെച്ച കുറച്ച് അധ്യാപകരെയാണ്. അവരെയും ഓരോരുത്തരെയായിട്ട് ആദ്യമായി ശ്രീ കൃഷ്ണദാസ് പാലേരി സാറാണ്. അദ്ദേഹം സംസ്ഥാന സ്കൂൾ അധ്യാപകർക്കുള്ള അവാർഡ് ജേതാവ് കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ വളരെ ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് IFPHന്റെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ഡോക്ടർ ജോസ് ഐസക് സാറാണ്. അദ്ദേഹത്തിനെ ഞാൻ വളരെ ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീ ഗണേഷ് റാം, ഹെഡ് മാസ്റ്റർ SND UPS കുമ്പഴ, അദ്ദേഹത്തിനെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ T അജയൻ, പ്രൊഫസർ ശാരദാകൃഷ്ണ മെഡിക്കൽ കോളേജ് മാർത്താണ്ഡം, അദ്ദേഹത്തെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഡോക്ടർ R പ്രകാശ് സാറാണ്. അദ്ദേഹം പടിയാർ മെമ്മോറിയൽ ഹോമിയോ മെഡിക്കൽ കോളേജിലെ റീഡർ കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാമിൽ കൃതജ്ഞത അർപ്പിക്കാനായി എത്തുന്നത് നമ്മുടെ ട്രഷറർ കൂടിയായ ഡോക്ടർ TP അനിൽകുമാറാണ്. അദ്ദേഹത്തിനെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ മോഡറേറ്റർ നമ്മുടെ മറിയാമ്മ ജോൺ ഡോക്ടർ, എൻ്റെ പ്രിയങ്കരിയായ സുഹൃത്തു കൂടിയായ ഡോക്ടർ മറിയാമ്മ ജോണിനെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മനോജ് ഡോക്ടർ, എല്ലാ പ്രോഗ്രാമിലും നമ്മളോടൊപ്പമുള്ള മനോജ് ഡോക്ടറെയും, അതുപോലെ തന്നെ ഇന്നത്തെ ഈ വേദി ധന്യമാക്കാൻ എത്തിയിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും എല്ലാവരെയും ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി. നന്ദി ശൈല ഡോക്ടറെ. ഇന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ പ്രിയങ്കരനും IFPH പ്രസിഡന്റുമായ ഡോക്ടർ ഇസ്മയിൽ സാറെ ക്ഷണിച്ചുകൊള്ളുന്നു. സാറിനെ കാണുന്നു. ജോയിൻ ചെയ്തിട്ടില്ലല്ലോ. ഇല്ലെന്ന് തോന്നുന്നില്ലേ? ഇല്ല. പകരം ഉദ്ഘാടനല്ലേ പിന്നെ ആകാം. ഇപ്പോഴത്തേക്ക് അല്ലേ, സമയം കളയാതെ. അതെ. അടുത്ത നമ്മുടെ ആശംസകൾ അർപ്പിക്കാനായി എത്തിയിരിക്കുന്ന സംസ്ഥാന സ്കൂൾ അധ്യാപക അവാർഡ് ജേതാവും കൂടിയായ ശ്രീ കൃഷ്ണദാസ് പാലേരി സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇത്തരം ഒരു ആശംസ അർപ്പിക്കാൻ അവസരം ലഭിച്ചത്. ഞാൻ കൃഷ്ണദാസ് പാലേരി, കാസർഗോഡാണ്. കാസർഗോഡ് തളങ്കര സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകനാണ്. IFPHൽ ഏതാണ്ട് 2019-20 തോന്നുന്നു സ്റ്റിയറിംഗ് കമ്മിറ്റി ഇത്തരം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സജീവമായിട്ട് വന്നത്. അപ്പൊ ആ കോവിഡ് കാല സമയത്തുള്ള ചില വാട്സപ്പ് കൂട്ടായ്മ ഒടുവിൽ മഹത്തായ ഒരു പ്രസ്ഥാനമായി മാറി എന്നുള്ളതാണ്. ശരിക്കും ഒരു ചരിത്ര സംഭവം തന്നെയാണ്. കാരണം 1466 ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഒരു സെമിനാറാണ് നമ്മളിപ്പോൾ ഇന്ന് നടത്തുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷവും അധ്യാപക ദിനം പ്രമാണിച്ച് ഇത്തരത്തിലൊരു പരിപാടി നടത്തിയായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഏതായാലും അധ്യാപക ദിനത്തിന് ഇപ്പം വിദ്യാഭ്യാസവും അതുപോലെ നമ്മുടെ കാലമൊക്കെ ഏറെ മാറി. അപ്പൊ IFPH എന്ന കുടുംബത്തിൽ ശരിക്കും ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഓരോ ആളും അധ്യാപകനും അതേസമയം വിദ്യാർത്ഥിയുമാണ്. നമ്മൾ ഒരിക്കലും ജീവിതം അവസാനിക്കുന്നവരെ നമ്മൾ അറിവുകൾ നേടിക്കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് ഡോക്ടർമാരെ കുറിച്ച് പറയുകയാണ്. ഇപ്പം നമ്മുടെ IFPHൽ തന്നെ സെയ്ഡ് സാറ്, അതുപോലെ ഐസക് സാറ്, ഒരുപാട് ആളുകൾ, ഡോക്ടർ രഞ്ജീവ്, ഇവരൊക്കെ എനിക്ക് തോന്നുന്നു അധ്യാപകരായിട്ട് തന്നെ ഞാൻ കാണുന്ന വ്യക്തികളാണ്. അത്രയധികം അറിവുകൾ അവർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, അദ്ദേഹം ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയാണ്, നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഒരു ജന്മദിനം പ്രമാണിച്ചാണ് നമ്മൾ അധ്യാപക ദിനം ആഘോഷിക്കുന്നത്. അപ്പൊ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം മികച്ച തത്വചിന്തകനും നയതന്ത്രജ്ഞനുമാണ്. മാത്രമല്ല നമ്മുടെ ഒരു ഇന്ത്യൻ ഫിലോസഫി പാശ്ചാത്യർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു മഹത് വ്യക്തി കൂടിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ലോകം വസുദൈവ കുടുംബവും, അതായത് ഒരേ ലോകം ഒരേ കുടുംബം എന്നുള്ളൊരു ആശയമാണ് അദ്ദേഹം കൈക്കൊള്ളുന്നത്. അപ്പൊ തീർച്ചയായും ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യരംഗം,
ആരോഗ്യരംഗത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് IFHനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. അതായത് ഇന്ന് ഒരു അധ്യാപനം എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു എല്ലാ ചികിത്സാ ശാസ്ത്രത്തിനും അതിൻ്റെതായ മെച്ചവും അതുപോലെ ദോഷവും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ അധ്യാപനം എന്ന നിലയിൽ മധുരമുള്ള ചികിത്സ കുട്ടിയെ കൊടുക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതായത് ഗോൾഡൻ ഡ്രോപ്സ് ആൻഡ് മാജിക് പിൽസ് ആണ് ഹോമിയോപ്പതിയെ കുറിച്ച് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഏതായാലും IFPHനെ പോലുള്ള ഒരു സംഘം, ഈ ഒരു കൂട്ടായ്മ, ഇതൊരു കുടുംബം പോലെ ആയിട്ടുണ്ട്. എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ഇതിന്റെ ഗ്രൂപ്പിനും അതുപോലെ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഈ ഒരു നമ്മുടെ ഒരു കൂട്ടായ്മ കേരളത്തിലെ ആരോഗ്യരംഗത്ത് ഒരുപാട് കാര്യങ്ങൾ, നന്മകൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് സമാന്തര ചികിത്സാ ശാസ്ത്രത്തില് അദ്വിതീയ സ്ഥാനം അലങ്കരിക്കുന്ന ഹോമിയോപ്പതിയെ അതിന്റെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകിച്ചിട്ട് മറ്റ് ഡോക്ടർമാരുടെ സാധാരണ ഈ സംഘത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത്, നമ്മുടെ പല ഡോക്ടേഴ്സിന് അവരുടേതായ ഒരു സംഘടന, അതുപോലെ മറ്റ് വിഭാഗങ്ങൾക്ക് അവരുടേതായ സംഘടന, അതിൽ മറ്റുള്ളവരുണ്ടാകാറില്ല. പക്ഷെ ഇവിടെ ഹോമിയോപ്പതി ലവേഴ്സും കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത ഒരു ആത്മബന്ധം ഈ സംഘടനയോട് പുലർത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഒത്തൊരുമിച്ചിട്ട് ഈ ഹോമിയോപ്പതിയുടെ അതുപോലെ നമ്മുടെ പൊതു ആരോഗ്യത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും ഹൃദയത്തിന്റെ ഭാഷയിൽ നേരുന്നു. നന്ദി. നന്ദി കൃഷ്ണദാസ് സാറ്. നമ്മുടെ പ്രസിഡന്റ് ഇസ്മായിൽ സാർ എത്തിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിനായി സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, വളരെ സന്തോഷമുണ്ട് ഈ ഇന്നത്തെ ദിവസം കൂടിയത്. കാരണം അധ്യാപക ദിനമാണല്ലോ. അതിൽ ആദ്യമായി സംസാരിച്ചത് അധ്യാപകത്തിൽപ്പെട്ട് ഏറ്റവും നല്ല അംഗീകാരം വാങ്ങിച്ച കൃഷ്ണദാസ് തന്നെയാണ് ആദ്യത്തെ പ്രസംഗമായി വന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം ഒരു മാതൃകാ പുരുഷനാണ്, മാതൃകാ അധ്യാപകനായിരുന്നു കേരളത്തിന്റെ. അതിന് പ്രശസ്ത പത്രങ്ങളും അവാർഡൊക്കെ വാങ്ങിച്ച മനുഷ്യനാണ്. നമ്മളിൽ എത്ര ആൾക്ക് അങ്ങനെ അത്രത്തോളം പെരുമാറാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. നമ്മൾ ഡോക്ടർമാരെ പലപ്പോഴും ചികിത്സയെ തമ്മിലാണ് കൂടുതൽ പോകുന്നത്. പിന്നെ ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരും അധ്യാപനം കൂടെയാണ്. അധ്യാപനത്തിനും കൂടെ നമ്മൾ മുൻതൂക്കം കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ തൂക്കം കാണുമ്പോഴേ സാധാരണ ഒരു സാധാരണ നൈപുണ്യമുള്ള ഒരു അധ്യാപകനെ പോലെ പെരുമാറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? നമ്മുടെ ഇടയിൽ എപ്പോഴും ചികിത്സ കയറി വരും. നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം വരും ചികിത്സ കയറി. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയി പ്രസംഗിക്കാൻ പോയ ഉടനെ ഇപ്പം പബ്ലിക് മീറ്റിംഗ് ആണെങ്കിൽ ചിലപ്പോൾ കയറി ബ്രയോണിയ റെസ്റ്റോക്സ് വല്ലതും പറഞ്ഞെന്ന് വരാം. അത് നമ്മുടെ ജന്മവാസനയാണ്. അതാണ് പ്രത്യേകത. ഹോമിയോപ്പതിക്കാരൻ എവിടെ പോയാലും ഹോമിയോപ്പതിയുടെ ഒരു മല്ല നാവിന് ചുറ്റത്ത് വരും ഇത് കണ്ടു കഴിയുമ്പോഴേക്കും. അതാണ് നമ്മുടെ പ്രത്യേകത ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ദിനം ആഘോഷിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു അധ്യാപക ദിനമായിട്ടും ഒരു ഹോമിയോപ്പതി ദിനമായിട്ടും എല്ലാം കണക്കാക്കാവുന്ന ഒരു ദിനമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം ഒരുപാട് പേര് സംസാരിക്കാനുണ്ടാകും. കൃഷ്ണദാസ് സംസാരിച്ചു, ഇനിയും ഒരുപാട് പേര് സംസാരിക്കാനുണ്ടാകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിർത്തുന്നു. എല്ലാ നന്മകളും, എല്ലാ പ്രശംസകളും, എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ തുടക്കമിടുന്നു. ഉദ്ഘാടനം കൂടെ ചെയ്യണം. തുടക്കമിടുന്നു പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനമാണ് കേട്ടോ. ഞാൻ തുടക്കമിടുന്നു വേണ്ട, ഞാൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് അറിയിക്കുന്നു. നമസ്കാരം. നന്ദി. മുൻ അധ്യാപകനും പ്രിൻസിപ്പളുമായിരുന്ന നമ്മളുടെ ഇസ്മായിൽ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ഇനി അടുത്തത് നമ്മുടെ ജോസ് ഇസക് സാറാണ്. നമ്മുടെ IFPHന്റെ രക്ഷാധികാരിയാണെങ്കിലും അധ്യാപകൻ കൂടിയായ ജോസ് ഇസക് സാറിനെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സാറ് മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്ത് സാറേ. ഓക്കെ, കേൾക്കാവോ? കേൾക്കാം. ആദ്യമായി എൻ്റെ അധ്യാപകനായ സേഠ് സാറിനൊരു ആശംസകൾ നേരുന്നു. കാരണം ഏതാണ്ട് 40 വർഷം മുമ്പ്, 35 വർഷം മുമ്പ് ഞാൻ സാറിന്റെ സ്റ്റുഡൻ്റായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോഴും ആ ബന്ധം അതുപോലെ തന്നെ നിലനിൽക്കുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞങ്ങൾ കണ്ടിരുന്നു.
അപ്പോൾ ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരിക്കലും നമ്മുടെ മുന്നിൽ നിന്നല്ല, നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും വേർപെടുത്താൻ പറ്റില്ല. കാരണം അവര് പറഞ്ഞു തന്ന കാര്യങ്ങളും പല പല കാര്യങ്ങൾ. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവരിലും ഉണ്ട്. എല്ലാവരും അധ്യാപകരാണ് ഒരു പ്രകാരത്തിൽ പറഞ്ഞാൽ. നമ്മളെ പഠിപ്പിച്ച ഓരോ ഘട്ടങ്ങളിലായിട്ട് നമുക്ക് പലതും പറഞ്ഞു തന്നിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. അപ്പൊ അവരെല്ലാം നമ്മുടെ അധ്യാപകർ തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ചില ആൾക്കാർ നമ്മുടെ എന്താണ് ഒരു ബ്രെയിനിൽ തന്നെ ഒരു ഇംപ്രിന്റ് ഉണ്ടാക്കാൻ കഴിയുന്നവരുണ്ട്. അവരെയാണ് നമ്മളെപ്പോഴും അധ്യാപകർ എന്ന് പറയുന്നത്. ഇന്ന് എനിക്ക് മൂന്നല്ല ഒരു 10-15 ആശംസകളൊക്കെ കിട്ടി. അതില് 1-2 കാര്യങ്ങളെ വളരെ ഇതായിട്ട് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. അത് എ ടീച്ചർ ഈസ് നോട്ട് ദ വൺ ഹു ടീച്ചസ്, നോട്ട് ഓൺലി ദ വൺ ഹു ടീച്ചസ് ബട്ട് ഹു ഇൻസ്പയർ അസ്. ഈ ഇൻസ്പിരേഷനാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മളെ ഒരു വഴിക്ക് നമ്മളെ നയിക്കുക, നമ്മളെ ഒരു വഴി കാണിച്ചു തരിക. അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ 4-5 വർഷം ഒരാൾ അധ്യാപകനായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മളാണ് പിന്നെ മുന്നോട്ട് പോകുന്നത്. ഈ മുന്നോട്ട് പോകുന്ന ആ യാത്രയിലെല്ലാം ഈ അധ്യാപകൻ നമ്മൾ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞ അധ്യാപകരുടെ അവര് തെളിച്ച വഴികൾ പലപ്പോഴും നമ്മളെ അവരുദ്ദേശിക്കാത്ത ലെവലിലേക്കൊക്കെ കൊണ്ട് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതാണല്ലോ ഒരു അധ്യാപകൻ. കാരണം ഇൻസ്പയർ ചെയ്യുക. അദ്ദേഹത്തെ ആ ഫീൽഡിൽ അദ്ദേഹം നേടിയെടുത്ത അല്ലെങ്കിൽ 10, 25 വർഷം 30 വർഷം കൊണ്ട് നേടിയെടുത്ത അനുഭവങ്ങളും മറ്റും ഒരാൾക്കൊരു പുതിയതായി വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർ ആ സ്റ്റെപ്പിൽ നിന്നാണ് മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും സീറോയിൽ നിന്നല്ല. 10-30 വർഷത്തെ നമ്മുടെ അധ്യാപകരുടെ 25 വർഷമോ 30 വർഷമോ ഒക്കെ ഉള്ള അധ്യാപകരുടെ അവരുടെ എക്സ്പീരിയൻസസ് നമ്മളെ ഫർദർ മുന്നോട്ട് നയിക്കുന്ന അതായിരിക്കും. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സംഭവം. മറ്റൊരു ക്യാപ്ഷൻ കണ്ടത് ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രശസ്തനായ ആസ്ഥാന കവി എന്ന് പറയുന്ന ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞൊരു വാചകമാണ്. ഒരു അധ്യാപകൻ ഒരിക്കലും പഠിത്തം നിർത്താൻ പറ്റില്ല. കാരണം അത് ആ പഠിപ്പിക്കുന്ന ആ സബ്ജക്റ്റിനോടുള്ള നമ്മളെ ആത്മാവും ശരീരവും എല്ലാം അർപ്പിച്ച് നിൽക്കുമ്പോൾ അതിലൊരിക്കലും വിട്ടുപോകാൻ കഴിയില്ല. കാരണം ഇപ്പോഴും എന്നെ പോലെയൊക്കെ ഉള്ളവര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കഴിഞ്ഞ ദിവസം മനോജിനെ കണ്ടിരുന്നു. അപ്പോ മനോജ് ഒരു അധ്യാപകനായിരുന്നു. ഇപ്പോഴും അധ്യാപകനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരാളും അധ്യാപകനല്ലാതാകുന്നില്ല. അപ്പോ ഞങ്ങൾ ആദ്യം സംസാരിച്ചു വരുമ്പോഴത്തേക്കും ഹോമിയോപ്പതിയിലേക്ക് വരുന്നു. ആ ഹോമിയോപ്പതിയുടെ കാര്യങ്ങളിലേക്ക് പോകുന്നു. അതില് പിന്നെ എവിടെ നിർത്തി എവിടെ തുടങ്ങി എന്നുള്ളതൊന്നുമില്ല. നമ്മൾ എവിടെയോ തുടങ്ങുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുടെ തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ പുതിയതെന്തെങ്കിലും ആയിരിക്കാം. നമ്മൾ അറിഞ്ഞതും കേട്ടതും കണ്ടതും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഷെയറിങ് ആണ്. പലപ്പോഴും നമ്മൾ പുസ്തകങ്ങളിലെല്ലാം പഠിക്കുന്നതിനപ്പുറമായിട്ട് നമുക്ക് കിട്ടുന്ന പ്രായോഗികമായി കിട്ടുന്ന ചില കാര്യങ്ങൾ അത് ആക്സിഡന്റലായിട്ട് കിട്ടുന്നതാകാം, ചിലപ്പോൾ പഠിച്ചു കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പരിശ്രമം കൊണ്ട് കിട്ടിയതായിരിക്കാം. ഇതിലെല്ലാം പകർന്നു നൽകുമ്പോഴാണ് അത് കൂടുതൽ വളരുകയുള്ളൂ. അതാണ് ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം. കാരണം നമ്മളെ സ്റ്റുഡൻസും കൂടിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവര് ഏതൊരു തലത്തിലേക്ക് ഉയരുന്നോ ആ തലത്തിലേക്ക് നമ്മളും ഉയരാൻ ബാധ്യസ്ഥരാകുക. പലപ്പോഴും പല വേദികളിൽ പോയി സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ചില ആംഗിളിലേക്ക് നമ്മളെ തിരിച്ചുവിടുന്നത് അവിടെ നിന്ന് നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ്. കാരണം ആ സ്റ്റുഡൻസ് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുള്ളത് കൊണ്ടും കൂടെ നമ്മൾ ആ ഭാഗത്തേക്ക് നീങ്ങി പോകും. അതെല്ലാം നമ്മളെ കൂടുതൽ പഠിപ്പിക്കുകയാണ്. അതുപോലെ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളൊരു അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം ലോകം വളരെ സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മളും മുന്നോട്ട് തന്നെ പോകണമെങ്കിൽ അതിൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലം വരികയാണ്. അപ്പോഴും ഈ പഠിത്തങ്ങൾ തന്നെയാണ് നമ്മളെ പ്രചോദനമാകേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മുടെ ഈ IFPH പ്ലാറ്റ്ഫോം തന്നെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. എനിക്ക് തോന്നുന്ന ഇന്ന് നിലവിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മഹാന്മാരായ ഹോമിയോപ്പതിക്കാരും ഈ പ്ലാറ്റ്ഫോമിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടാകും എന്നാണ് ഞാൻ ധരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു നേട്ടവും. കാരണം
ഇത് നമ്മൾ ഒരു വിത്ത് വിതയ്ക്കുകയാണ്. നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിത്ത് വിതയ്ക്കലാണ്. അത് വളർന്ന് മുന്നോട്ട് പോകും. അത് ഏത് തലത്തിൽ എവിടം വരെ എത്തും എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ നമ്മുടെ ജീവിത ആരംഭങ്ങളിൽ ഉദ്ദേശിച്ച നിലവാരത്തിലുമൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ പോയി. കാരണം അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. അതിൽ തന്നെ പലപ്പോഴും ഒരു വാണിംഗ് സിഗ്നലിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. പലപ്പോഴും ഈ പഠിപ്പിക്കുന്നവർക്ക് ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഗുരുവിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ. കാരണം അതായിരിക്കണം ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. കാരണം അദ്ദേഹമാണ് വരും തലമുറയെ വാർത്തെടുക്കുന്നു, അല്ലെങ്കിൽ അവരെ ഒരു വഴിക്ക് നയിക്കുമ്പോൾ ആ ഗുരുവിൽ നിന്ന് കിട്ടുന്ന തുടക്കത്തിൽ കിട്ടുന്ന പല കാര്യങ്ങളും നമുക്കറിയാം. ആയുർവേദമൊക്കെ പണ്ട് ഗുരുകുല വിദ്യാഭ്യാസത്തിൽപ്പെട്ടിരുന്നതാണ്. അന്നുണ്ടായിരുന്ന വൈദ്യന്മാര് ഇന്നുള്ളവരെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പഴയ തലമുറയായിരുന്നു കുറെ കൂടി നല്ല രീതിയിൽ ആയുർവേദം കൈകാര്യം ചെയ്തിരുന്നത്. അപ്പൊ ഗുരുകുല വിദ്യാഭ്യാസം നമ്മള് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വരും. അതേസമയം വെസ്റ്റേൺ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വന്ന കോളേജുകളും സ്കൂളുകളും ഒക്കെ ഇപ്പോ അതിലെല്ലാം അധ്യാപകരുണ്ട്. ഓരോ സബ്ജക്റ്റിലും ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, PhD ഒക്കെ എടുത്ത ആൾക്കാരും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന ചില കാര്യങ്ങൾ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഏത് മെത്തേഡാണ് ടീച്ചിങ്ങിൽ കൂടുതൽ ഫലപ്രദം എന്നൊക്കെ ചോദിച്ചാൽ ഇന്ന് പലപ്പോഴും ചിന്തിക്കുമ്പോൾ അവരുടെ പ്രോഡക്ട്സിനെ വെച്ചിട്ട് വേണം ചിന്തിക്കാൻ. അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻഡ്, ആ ഒരു ഇതിന്റെ പ്രോഡക്റ്റ് എന്തായിരുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഗുരുകുല വിദ്യാഭ്യാസം ഒരു പടി മുന്നിൽ നിൽക്കുന്നില്ലേ എന്ന് സംശയിച്ചു. അതേപോലെ തന്നെ ഇനിയും ഒരുപക്ഷെ ഈ ടീച്ചിങ് ഭാഗത്ത് വരുമ്പോൾ ഈ കോളേജുകളും എല്ലാം ഉണ്ടെങ്കിൽ പോലും നല്ല ഡോക്ടർമാരെ വാർത്തെടുക്കുന്നത് പലപ്പോഴും അവര് ആരുടെ കൂടെ അവരുടെ ഇനീഷ്യൽ ഇയേഴ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള അടിസ്ഥാനത്തിലാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള വലിയ മഹാന്മാരായ ഡോക്ടർമാരെ പലരും അവരെപ്പോഴും ഒരു ഗുരു ഉണ്ടായിരിക്കും. അവർക്ക് ഒരു മോസ്റ്റ് ഐഡിയൽ പേഴ്സൺ, ഒരു നമ്മളെ എന്താണ് അതിന്റെ മലയാളം എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയാൻ പാടില്ല, ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് ഒരു അധ്യാപകൻ തന്നെയാണ്. ആ റോൾ മോഡലിലേക്കാണ് നമ്മൾ എല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറയാൻ കാരണം ഇന്ത്യയിലെ ഹോമിയോപ്പതിയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൽക്കട്ട ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജാണ് ആദ്യത്തെ മെഡിക്കൽ കോളേജ്, ഹോമിയോ കോളേജ്. അവിടെ ഡോക്ടർ BK ബോസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഹോമിയോപ്പതി രംഗത്തെ ഏറ്റവും വലിയ ഗുരു എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഞാൻ പല രാജ്യങ്ങളിൽ പോയപ്പോൾ പോലും അദ്ദേഹത്തിന്റെ പേരുകൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ഇന്നൊക്കെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഹോമിയോപ്പതിക്ക് വിത്ത് പാകിയവരും ഒക്കെ. അപ്പൊ അത്തരത്തിലുള്ള ടീച്ചേഴ്സിന് ഇനിയും ഉണ്ടാകണം. ഈ ടീച്ചേഴ്സ് ഡേയിൽ നമ്മൾ പലപ്പോഴും ടീച്ചേഴ്സ് തന്നെ ഒരു റീതിങ്കിങ്ങിനുള്ള ഒരു ടൈമും കൂടിയാണ്. അതേപോലെ തന്നെ നമ്മളെയൊക്കെ ഓരോ വഴിക്ക് നയിച്ച ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു പോയിട്ടുള്ളവരുമുണ്ട്. അപ്പൊ അതെല്ലാവരെയും ഓർമ്മിക്കാനും അവരോടൊക്കെ നന്ദി പ്രകടിപ്പിക്കാനും അവരെ ഒരു നിമിഷമെങ്കിലും ആലോചിക്കാനും. കാരണം നമ്മൾ ആലോചിക്കാറുണ്ട്. കാരണം നമ്മളെ പഠിപ്പിച്ച വ്യക്തികളെയൊക്കെ നമ്മൾ ഇന്നൊരാൾ ഒരു ഏതൊരു രോഗിയെ ചികിത്സിക്കുമ്പോഴും ഒരു നിമിഷമെങ്കിലും നമ്മുടെ മനസ്സിൽ കൂടെ ചിലതെല്ലാം പാഞ്ഞു പോകാറുണ്ട്. അത് നമുക്ക് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അത് ഇല്ലാതാകുന്നില്ല. കാരണം ആദ്യം പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ് ആ അടിസ്ഥാനം, ഉറച്ച ഒരു അടിസ്ഥാനമാണ് പലപ്പോഴും നമുക്ക് മുകളിലേക്ക് വളരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മള് ഈ ടീച്ചേഴ്സ് ഡേ വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് റീതിങ്കിങ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു സ്റ്റോക്ക് ടേക്കിംഗ് നടത്തുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും IFPHനും അത് എനിക്ക് ഈ അവസരം തന്ന ഡോക്ടർ ധനേഷ്, ഇതിന്റെ സംഘാടകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ ടീച്ചേഴ്സിനും, എന്നെ പഠിപ്പിച്ചവരും അല്ലാതെ ഹോമിയോപ്പതി രംഗത്തുള്ള പ്രശസ്തരായ എല്ലാ ടീച്ചേഴ്സിനും നന്മകൾ നേരുന്നു. താങ്ക് യു. ഒരു ഇന്റർനാഷണൽ ടീച്ചർ കൂടിയായ ജോസ് സാറിന് നന്ദി. അടുത്തത് നമ്മോടൊപ്പം ആദ്യം IFPHുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോമിയോപ്പതി സ്നേഹിയും കൂടിയായ ശ്രീ ഗണേഷ് റാം സാറാണ്. കുമ്പഴ ഹെഡ് മാസ്റ്റർ SNB UPSലെ ഹെഡ് മാസ്റ്ററായ സാറിനെ ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചു കൊള്ളുന്നു. നമസ്കാരം. കേൾക്കാൻ കഴിയുന്നുണ്ടെന്ന് ഓക്കെ. ഇസ്മായിൽ സാർ
ഏറ്റവും പ്രഗത്ഭനായ അധ്യാപകനും പ്രഗത്ഭനായ കേരളം കണ്ട ഏറ്റവും വലിയ ഹോമിയോപ്പതി ഡോക്ടറും, അതുപോലെ ഐസക് സാറ്, അതുപോലെ തന്നെ ഇന്ന് അധ്യാപക അവാർഡ് നേടിയ അധ്യാപകൻ, എൻ്റെ സുഹൃത്ത് അധ്യാപകൻ, അതുപോലെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും, എല്ലാവരും ഡോക്ടർമാരാണ്, നിങ്ങളെല്ലാവരും അധ്യാപകരുമാണ്. അപ്പൊ ആരാണ് അധ്യാപകർ എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. നിങ്ങളെല്ലാവരും പഠിക്കുകയും പഠിപ്പിക്കുകയും അറിവ് നൽകുകയും ചെയ്യുന്നവരാണ്. അപ്പൊ എന്തായാലും യോഗത്തിൽ എന്നെ ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട് കോവിഡ് കാലത്ത് ആഴ്സനിക് ആൽബം എന്ന് പറയുന്ന ഒരു മരുന്നിനെ നാം പഠിപ്പിച്ചു, എല്ലാവർക്കും അത് അറിവാക്കി കൊടുത്തു. അങ്ങനെ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രോബ്ലംസ് നീണ്ടു നിൽക്കുന്നു. ഇപ്പോഴും ഡോക്ടർമാരൊക്കെ തന്നെ, അലോപ്പതി ഡോക്ടർമാരൊക്കെ തന്നെ അവർക്ക് അറ്റാക്ക് വരാതിരിക്കാനുള്ള ആസ്പിരിൻ പോലുള്ള ഗുളികകൾ കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ അന്നത്തെ കാലത്ത് ഹോമിയോപ്പതിയുടെ സാധ്യത വളരെ ഉയർന്നതായിരുന്നു. ഒരു ജനതയെ സംരക്ഷിക്കുവാൻ വേണ്ടി, അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി, ഹോമിയോയുടെ പ്രഗത്ഭ്യം മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിച്ച ഈ ഒരു സന്ദർഭം, ഈ ഒരു കൂട്ടായ്മ വളരെ നീണ്ടു നിൽക്കുന്ന സെമിനാറുകളിലൂടെ വളരെയും പഠിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും അധ്യാപകരാണ്. അതുകൊണ്ട് വളരെ സന്തോഷം. അതുപോലെ ആരാണ് ഏറ്റവും മികച്ച അധ്യാപകർ? മികച്ച അധ്യാപിക എന്ന് പറയുന്ന അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അവരുടെ അമ്മയാണ്. തുടക്കം മുതൽ അവരുടെ അമ്മയാണ് നമുക്ക് ആദ്യം ഈ അധ്യാപന മേഖലയിലേക്ക് മുന്നോട്ട് പോകുന്നത്. അതുപോലെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് എന്താണ്? അതാണ് ചോദ്യം. അപ്പൊ ആരാണ് അധ്യാപകൻ? അപ്പോ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട്സ് വിത്ത് ദ മദേഴ്സ് വോം, എൻഡ് വിത്ത് ലാസ്റ്റ് ബ്രീത്ത്. അമ്മയുടെ മദേഴ്സ് വോമ്പിൽ നിന്നും ആരംഭിച്ച് അവസാന ശ്വാസത്തിൽ വരെ നീണ്ടു നിൽക്കുന്ന ഈ പ്രയാണത്തിൽ എല്ലാവരും അധ്യാപകരാണ്. നാം പ്രകൃതിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളും, മഴയും വെയിലും ഉൾപ്പെടെ, പൂക്കളും അതുപോലെ ചിത്രശലഭങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അധ്യാപകരാണ്. അപ്പൊ അധ്യാപകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ കാര്യങ്ങളും അധ്യാപകനാണ് എന്ന് ഞാൻ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. അതുപോലെ ഇന്നത്തെ അധ്യാപകരെ സംബന്ധിച്ച് നമ്മൾ വളരെയധികം അറിവുകൾ ഷെയർ ചെയ്യാൻ കഴിയുന്ന, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവുമാണ് എന്ന് ഉറപ്പിക്കുകയാണ്. എന്തായാലും അധ്യാപക മേഖലയിൽ ഈ പ്ലാറ്റ്ഫോം മികച്ച പ്ലാറ്റ്ഫോമായി മാറട്ടെ. എല്ലാവരും മികച്ച ഡോക്ടർമാരാവട്ടെ. ഇന്ന് നടന്ന ഇംഗ്ലീഷ് സെഷൻ വളരെ മികച്ചതായിരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും അധ്യാപകരാണ്. പ്രത്യേകിച്ചും സ്കൂൾ അധ്യാപകർ മാത്രമല്ല, ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും അധ്യാപകരാണെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ ഒരു അവസരം തന്ന ഈ യോഗത്തിലേക്കുള്ള സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു. നന്ദി ഗണേശ്വരം സാറേ. അടുത്തായി ശാരദാ കൃഷ്ണ, ഹോമിയോ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ടി അജയൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. ജോയിൻ ചെയ്തിട്ടില്ല. 10 മണി കഴിയുന്നുള്ളൂ. വേറെ സെഷനാണ്. 10 മണി കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുള്ളൂ. നമുക്കെന്നാ പ്രകാശ് സാറിനെ കണ്ടില്ലല്ലോ. ഇല്ല, ജോയിൻ ചെയ്തിട്ടില്ല. പത്ത് മണി കഴിഞ്ഞാൽ വരുമായിരിക്കും അല്ലേ? അദ്ദേഹം ഡോക്ടർ ജോയിൻ ചെയ്യും. വേറെ സൂമിലാണ് ഇപ്പോൾ, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇനി നമ്മുടെ എല്ലാം പ്രിയങ്കരനും ഒരധ്യാപകനും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കൽ ഓഫീസറായും വർക്ക് ചെയ്യുന്ന ഡോക്ടർ GS മനോജ് ഡോക്ടറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി പറയാമോ ഡോക്ടറെ? എന്തായാലും ഇങ്ങനൊരു പരിപാടി ധനേഷ് ഡോക്ടറെ ഇപ്പൊ എല്ലാം ഇൻസ്റ്റന്റേനിയസ് ആണ്. ഓർക്കാപ്പുറത്ത് ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ട് ധനേഷ് ഡോക്ടർ ഒരു 11 മണിയോ 11:30 ഒരു ഫോൺ വരുന്നു. എന്ത് ചെയ്യണം, ആരെ വിളിക്കും? ദൈവസഹായിച്ച് പറഞ്ഞക്ക് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന കുറെ പേരുകളാണ്. ഒന്ന് സേട്ട് സാറ്, ജോസ് ഐസക് സാറ്, അങ്ങനെ 4-5 പേരുകളൊന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, കൺഫേംഡ് ആകുന്നു, വളരെ പെട്ടെന്ന് പ്രോഗ്രാം റെഡി ആവുന്നു, എല്ലാം വളരെ ഭംഗിയായിട്ട് ദൈവാദിനോട് നടക്കുന്നു. ജോസ് ഐസക് സാറിന്റെ കാര്യം, ഇൻസ്പിറേഷൻ, അത് വളരെ പ്രധാനമാണ്. അതിൽ പറഞ്ഞ പോലെ മാത്രമല്ല, എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മൾ മലയാളത്തിൽ ചൊല്ലുണ്ട്, വല്ലവളും വെച്ചാലും നല്ലവള് വിളമ്പണമെന്ന്. അപ്പൊ ഈ വിളമ്പെന്ന് പറയുന്നത് അധ്യാപകന്റെ റോളാണ്. അത് വിദ്യാർത്ഥികൾക്ക് അത് വിളമ്പി കൊടുക്കുന്നത്, ആ ഒരു അഫെക്ഷൻ, വാത്സല്യം, അത് എവിടെയുണ്ടോ അവിടെ അധ്യാപകൻ വിജയിക്കും. അത് എവിടെയില്ല, അത് അധ്യാപകൻ പരാജയപ്പെടും. എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പറയാം ജനറോസിറ്റി, നമ്മൾ ജനറസ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മള് April 10 അനിമാസ് ഡേ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. സേഡ് സാർ ഉടനെ പറഞ്ഞ്
ഞാൻ ഒരു 20,000 തന്നേക്കാം. ആ സാറിന്റെ ആ ഒരു ഒന്ന് ആലോചിച്ചു. ശരിക്കും ഓരോരുത്തരും വളരെ കഷ്ടപ്പെടുമ്പോൾ സാറ് വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. ഞാൻ ആലോചിച്ചു സേട്ട് സാറിന്റെ എനിക്ക് തോന്നുന്ന നമ്മളെ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളിൽ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ആ ഒരു വാത്സല്യമുള്ള അത്രയും അറിവുള്ള ഒരു മഹാവിഗ്രഹം തന്നെയാണ് ഈ സേട്ട് സാർ എന്ന് പറയേണ്ടി വരും. പിന്നെ അധ്യാപകരെ കുറിച്ച് എനിക്ക് ഓർമ്മിക്കുമ്പോൾ ഏറ്റവും അറിവിന്റെ അങ്ങേയറ്റത്തുള്ള ഒരാളാണ് ഡോക്ടർ KSM ജോർജ്. സാറിന്റെ ഓരോ ക്ലാസ്സുകളും ഓരോ അനുഭവങ്ങളായിരുന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഷ്യന്റ് മാനേജ്മെന്റ് ജനറൽ മാനേജ്മെന്റ് സാർ എഴുതും RIP റെസ്റ്റ് ഇൻ ബെഡ് RIP അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ആ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും പറയാനുള്ള അറിവ് കഴിവ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ വേറൊരു കാര്യം, ഇതിനൊരു പ്രത്യേകത ഉണ്ട്, കൊടുക്കും തോറും വർദ്ധിക്കും എന്നുള്ളതാണ്. ഈ അറിവിനങ്ങനെ പ്രത്യേകത ഉണ്ട്. വിദ്യാഭ്യാസത്തിന് നമ്മൾ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യത, എത്ര കൊടുത്താലും പിന്നെയും അത് പൂർണ്ണമായിരിക്കും. അത് ആ ഒരു ഉപനിഷത്ത് മന്ത്രം ശരിക്കും പറഞ്ഞാൽ സാക്ഷാത്കരിക്കുന്ന ഒരു 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 സൈറ്റാണ് ഈ പറഞ്ഞത്. പിന്നെ ഹോമിയോപ്പതി സംബന്ധിച്ചോളം എത്രത്തോളം പഠിച്ചാലും തീരൂല, കടലോളം നീളം കായലോളം വീതിയിൽ കിടക്കുന്ന വിഷയമാണ്. നമ്മുടെ പ്രകാശ് സാർ ജോയിൻ ചെയ്തിട്ട് നമുക്ക് സാറിന് ക്ഷണിക്കാം. എല്ലാവർക്കും അധ്യാപന ആശംസകളും. നന്ദി മനോജ് ഡോക്ടറെ. അടുത്ത ആശംസ അർപ്പിക്കുന്നതിനായി ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ റൈഡർ ഡോക്ടർ R. പ്രകാശ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും ആദ്യം അർപ്പിച്ചുകൊള്ളട്ടെ. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് എത്തിയതേ ഉള്ളൂ. ഇന്ന് അവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അതിനുശേഷം ഇപ്പൊ വന്നു കയറി. അപ്പൊ ദിനേശ് സാർ എന്നെ വിളിച്ചിരുന്നു, ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പൊ സാറ് പറഞ്ഞു ഞാൻ എത്തുമെന്നുള്ളൊരു ടെൻഷനായിരുന്നു, കാരണം ഓൺ ദ വേ ആണെങ്കിൽ കിട്ടില്ല ചിലപ്പോൾ റേഞ്ച്. എന്തായാലും ഇന്ന് അധ്യാപക ദിനത്തെ കുറിച്ച് IFPH ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചത് വളരെയേറെ ഉചിതമാകുകയും അത് ഭംഗിയായി ഇവിടെ അവതരിപ്പിക്കുകയും പ്രത്യേകിച്ചും നമ്മുടെ കാലഘട്ടത്തിലെ നമുക്ക് വളരെ അഭിമാനവും സന്തോഷവും ഉണ്ടാണെങ്കിൽ അതിന് നമ്മൾ എപ്പോഴും ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം നല്ല പ്രഗത്ഭരായ ഒരു നിര ഡോക്ടർമാര് നമ്മളെ നയിക്കുവാനും അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ മുന്നിട്ട് പോകാൻ, ഇപ്പോ മനോജ് സാർ പറഞ്ഞ പോലെ ഇസ്മായിൽ സൈഡ് സാറൊക്കെ കുട്ടികൾക്ക് ഒരു തീയാണ്. നമ്മളറിയാം ഈ ഗുരു എന്ന് പറയുന്നത് അഗ്നി പകർന്നു കൊടുക്കുന്നവൻ അഥവാ പ്രകാശം പരത്തി കൊടുക്കുന്നവൻ. അതിനൊരു കോളേജ് അധ്യാപനമാണെന്നൊന്നും ഇല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം പകർന്നു നമ്മളെ ഒരു മുന്നോട്ടൊരു വഴി കാണിച്ച ആരും നമ്മുടെ ഗുരുക്കന്മാർ തന്നെയാണ്. അപ്പോ അടുത്ത തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് ഒരു അധ്യാപകന്റെ ഏറ്റവും പ്രഥമമായ ഒരു കർമ്മമാണ്. മറ്റുള്ളതിന് എല്ലാത്തിനെയും അപേക്ഷിച്ച് ഈ ലോകത്തിലെ ഏറ്റവും നല്ല പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഒന്ന് വൈദ്യവും രണ്ട് അധ്യാപനവുമാണ്. അപ്പോ ഈ അധ്യാപകർ എങ്ങനെ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുവോ അതുപോലെ ആയിരിക്കും ഭാവി തലമുറ എന്നുള്ളത് നമുക്ക് വളരെ ഇപ്പോ നമ്മുടെ ഈ IFPHന്റെ ഈ പ്ലാറ്റ്ഫോം തന്നെ ഏറ്റവും വലിയൊരു ഗുരുകുലമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വളരെ ഭംഗിയായി സക്സസ്ഫുൾ ആയി കോൺഫിഡന്റോടുകൂടി പ്രാക്ടീസ് ചെയ്യുന്ന എത്രയോ വിദ്യാർത്ഥികൾ എനിക്കറിയാം. അപ്പോ കിട്ടുന്ന അവസരങ്ങൾ വിനിയോഗിക്കുന്നതിൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു പോരായ്മ ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. ശരിയായ രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ഹോമിയോപ്പതി ചികിത്സാ ലോകം തന്നെ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷം എന്നുള്ള ഇതിൽ രണ്ടായി തിരിഞ്ഞു നിൽക്കുകയാണ്. കോവിഡിന് ശേഷം ഇന്ന് ഹോമിയോപ്പതിയിലേക്ക് ആളുകൾക്ക് ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾ പ്രാപ്തരാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നല്ല ഒരു ഭാവി ഹോമിയോ സമൂഹത്തിന് കാത്തിരിപ്പുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ മുതിർന്നവരായിക്കോട്ടെ ഇളയവരായിക്കോട്ടെ എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് നമ്മൾ ഈ ലോജിക്കൊക്കെ പറയുന്ന പോലെ ഇൻഡക്റ്റീവ് ലോജിക്കും ഡിഡക്റ്റീവ് ലോജിക്കും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രാക്ടീസിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. 70% പേർക്കും അത് അറിയത്തില്ല ഞാൻ ഇന്ന ലോജിക്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നെന്നുള്ളത്. അതുപോലെ തന്നെയാണ് സത്യത്തില് കലാലയങ്ങളിൽ നിന്നൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ പലപ്പോഴും വേണ്ടത്ര ഒരു ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഒരു തിയറി പാസ് എന്ന് പറയുന്നത് ലേണേഴ്സ് എടുക്കുന്ന പോലെയുള്ളൂ ഒരു ഡിഗ്രി എടുക്കുന്നത്. അതിനുശേഷം അതെങ്ങനെ പ്രാക്ടിക്കലി ഡ്രൈവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കാഴ്ചപ്പാടുകൾ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും യുവതലമുറ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ സജീവമാകണം എന്നുള്ളതാണ് ഈ അധ്യാപനത്തിന് എനിക്ക് നൽകുവാനുള്ള ഒരു സന്ദേശം.
എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി, നമസ്കാരം. നന്ദി പ്രകാശ് സാറേ. നമ്മുടെ അജയൻ ഡോക്ടർ വന്നിട്ടുണ്ടോ? ജോയിൻ ചെയ്തിട്ടില്ല, വിളിച്ചു നോക്കാം. നമ്മുടെ ഭദ്രാമ ഡോക്ടർ ഉണ്ട്. ഭദ്രാമ അതെ. നമുക്കൊന്ന് ക്ഷണിക്കാം. മാഡം അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഞാനൊരു അധ്യാപിക ആയിരുന്നെങ്കിലും ഇപ്പൊ ഞാനൊരു വിദ്യാർത്ഥിയായിട്ടാണ് എന്നും എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ അധ്യാപകരായിട്ട് ഇപ്പൊ കണ്ടുകൊണ്ട് ഇരിക്കുന്നു. എല്ലാ ദിവസവും ആരെങ്കിലുമൊക്കെ സ്റ്റുഡൻസിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. വീഡിയോ ഒന്ന് ഓൺ ചെയ്യാമോ മാഡം? ഓ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാമോ? കാണുന്നില്ല. മാഡം എല്ലാ ദിവസവും മാഡം പറഞ്ഞതുപോലെ ഒരു സ്റ്റുഡന്റിനെ പോലെ നേരത്തെ തന്നെ ഒരുങ്ങി നമ്മുടെ ക്ലാസ്സിന് വേണ്ടി ഇരിക്കുന്ന മാഡത്തിന് പ്രത്യേകം എല്ലാവരുടെയും ആശംസ അറിയിക്കുക. ഇപ്പൊ കാണാം മാഡം. ഞാൻ കാണുന്നില്ലല്ലോ. കാണാം. എന്റെ മറയത്തിൽ പോണല്ലേ? എന്തോ മാഡം സംസാരിക്കാം. ജോസ് ഐസക് സാറിനെ കാണുമ്പം എൻ്റെ അധ്യാപകനായ ഐസക് സാറിനെ പറ്റി ഓർമ്മ വരും. പിന്നെ ഡോക്ടർ പ്രകാശ്, ജയലളിത എപ്പോഴും എന്നെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. ഒരു കൊച്ചുകുട്ടിയായിട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ജയലളിത. പിന്നെ എന്താ ടീച്ചേഴ്സ് ഡേ, എല്ലാ വർഷവും നമ്മൾ ടീച്ചേഴ്സ് ഡേ ഒരു പ്രത്യേക അനുഭവമായിട്ട് തന്നെ എടുക്കുന്നു. കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. താങ്ക്സ് എന്നെ വിളിച്ചതിന്. നന്ദി ഭദ്രാമ മാഡം. വളരെ സന്തോഷമുണ്ട് മാഡത്തിന്റെ വാക്കുകൾ കേൾക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി നമ്മളുടെ പരിപാടിക്ക് സമയമുണ്ട്. ആർക്കെങ്കിലും ആശംസകൾ അർപ്പിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാം. മനോജ് ഡോക്ടറെ. അജയൻ ഡോക്ടർ ജോയിൻ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ കണക്കാണ് ഒരു സമ്പൂർണ്ണ അധ്യാപകനാണ് അജയൻ എന്ന് പറഞ്ഞത്. ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാ കാര്യത്തിനും അർജുന്റെ കൂടെ എന്ന് പറഞ്ഞ പോലെ കോളേജിലുള്ള സകല കാര്യങ്ങൾക്കും ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം മുതല് പ്രാക്ടീസ് മുതല് വീട്ടിലെന്ത് വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രതിഭാസം ഡോക്ടർ അജയനാണ് വെയിറ്റ് ചെയ്യുന്നത്. ജയലളിത ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ജയലളിത. താങ്ക് യു. എന്നെ വിളിച്ചതിൽ സന്തോഷം. ഞാൻ ആദ്യം ഭദ്രാ മിസ്സിനെ നമിക്കുന്നു. മിസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മിസ്സിനെ ആദ്യമായിട്ട് നമിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ IAPHൽ ചേർന്നതിന് ശേഷം ഇതിൽ വന്ന ഓരോ ക്ലാസ്സുകളും ഓരോ അധ്യാപകരെയും എന്നും ഓർക്കുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന്. ശരിക്കൊരു ക്ലാസ് റൂം പോലെയാണ്. ഞാൻ ഇതിൽ കയറിയ പിന്നെയാണ് ഞാൻ ഇത്ര നാളും പഠിച്ചത് ഒന്നും അല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇതിന്റെ അകത്ത് കയറിയ പിന്നെയാണ്. ഇപ്പോഴാണ് ഒന്ന് പഠിക്കണമെന്നും ഒന്ന് മുന്നോട്ട് വരണമെന്നൊക്കെ തോന്നി തുടങ്ങിയത് ഈ IAPH കയറിയ പിന്നെയാണ്. അപ്പൊ ഈ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ഒരുപാട് ഉപകാരമായിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി നന്ദി. എല്ലാ അധ്യാപകരെയും ഇതിൽ ഞാൻ സ്മരിക്കുന്നു. എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു. നന്ദി ജയലളിത ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും സംസാരിക്കാമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ജോസ് ഐസക് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ലാളിത്യമായ സമീപനമാണ്. കാരണം സാറ് പല കോളേജിലും പരീക്ഷയ്ക്ക് പോകുമ്പോൾ പിള്ളേർക്ക് വളരെ ആശ്വാസമാണ്. ജോസ് ഐസക് സാറാണ്. അത് വളരെ അതുപോലെ സൈഡ് സാർ PG പരീക്ഷയ്ക്ക് ഓർമ്മയുണ്ട്. സൈഡ് സാർ വന്നിട്ട് ഒരു ചിരിയാണ് എല്ലാവരും മുമ്പ് വെച്ച്. ആ ചിരിക്കുമ്പോൾ തന്നെ എല്ലാവരും സ്ട്രെസ് അങ്ങ് മാറും എന്നുള്ളതാണ്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ. ഏതായിരുന്നാലും അധ്യാപക ദിനം എന്ന് പറഞ്ഞ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. അധ്യാപക ദിനം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകനാകുക എന്നുള്ളതാണ്.
അത് വളരെ കൊച്ചിലെ മുതൽ ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുന്ന മുതലുള്ള എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു അധ്യാപകനാകുക. ഞാൻ ആകെ മുമ്പ് മെഡിക്കൽ ഓഫീസർ ടെസ്റ്റ് എഴുതുന്നതിന് പകരം ഞാൻ ആദ്യം പോയി എഴുതിയത് ഈ ലെക്ചർ പോസ്റ്റ് വല്ലതും കിട്ടാനായിട്ടാണ് എനിക്ക് എപ്പോഴും താല്പര്യമായിരുന്നു. അതൊന്നും ശരിക്ക് ഒഫീഷ്യലായിട്ട് എനിക്ക് ആകാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ വന്നപ്പോൾ ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നു തീർന്നപ്പോൾ ഒരു ഭയങ്കര അനുഭവമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള വീക്ഷണങ്ങൾ മുന്നിൽ കൊണ്ടുവരാനായിട്ട് കഴിയുന്നുണ്ട്. പലപ്പോഴും ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞിരുന്നാൽ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു അധ്യാപകൻ അവൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അദൃശ്യമായ ശക്തി സംസാരിക്കുമ്പോഴാണ് ഒരു അധ്യാപകൻ ശരിക്കൊരു അധ്യാപകനായിട്ട് മാറുന്നത്. നമ്മൾ പലരും കണ്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പല അധ്യാപകരെയും കണ്ടിട്ടുണ്ട്. ഈ നേരത്തെ ജോസ് സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ നമ്മളെ ഒരു തീപ്പൊരി ഇടാൻ കഴിയുന്ന വ്യക്തിയാണ് ഒരു അധ്യാപകൻ. നമുക്ക് APJ അബ്ദുൽ കലാം സാറ് മുമ്പൊരിക്കൽ പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതാനുഭവം പറയുകയുണ്ടായി. അദ്ദേഹത്തിന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പൈലറ്റ് ആവണം. അപ്പോൾ പൈലറ്റ് ആവണമെന്നുള്ള ആഗ്രഹത്തിൽ ഇദ്ദേഹം പഠിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറായി തീർന്നതിന് ശേഷം പൈലറ്റിൻ്റെ എക്സാമിനേഷൻ എഴുതി 10 പേരെ തിരഞ്ഞെടുത്തു. 10 പേരെ തിരഞ്ഞെടുത്തതിൽ പുള്ളിയുണ്ട്. അപ്പോൾ പൈലറ്റ് ആവാനായിട്ടുള്ള മോഹത്തോടു കൂടിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോൾ 9 പേരെ സെലക്ട് ചെയ്തു. 10ാമത്തെ ആളെ സെലക്ട് ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ 9 വേക്കൻസിയാണുള്ളത്. അങ്ങനെ പുള്ളി ഇതിൽ നിന്ന് ഔട്ടായി, പൈലറ്റ് ആവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാലും ആ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ പൊരുതി അവസാനം ഇന്ത്യൻ പ്രസിഡന്റ് ആയി തീർന്നപ്പോൾ 3 സേനകളുടെയും അധിപനായിട്ട് ഞാൻ മാറി. അന്ന് ഞാൻ ഏറ്റവും വലിയ ആളെ വെച്ചിട്ട് അവസാനം പറഞ്ഞ് എനിക്ക് പൈലറ്റ് ആവാനായിട്ടുള്ള മോഹം തൻ്റെ പ്രായത്തിൽ വയസ്സാം കാലത്ത് പുള്ളി 6 മാസം കൊണ്ട് പൈലറ്റായിട്ട് മാറി പ്ലെയിൻ ഓട്ടിക്കാനായിട്ട് പഠിച്ചെന്ന്. അപ്പോൾ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് പറഞ്ഞത്, ഞാൻ എപ്പോഴാണോ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഞാൻ ഈ ലോകം വിടണമെന്ന് പുള്ളി ആഗ്രഹിച്ചു. അദ്ദേഹം അതുപോലെ തന്നെ അധ്യാപകനായിട്ട് നിന്നൊരിടത്ത് പഠിപ്പിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു അറ്റാക്ക് വരികയും പുള്ളി ഈ ലോകത്തെ വിട്ടുപോവുകയും ചെയ്തത്. പക്ഷേ എന്നും നമ്മുടെ ഉള്ളിൽ ഒരു അധ്യാപകൻ നിലനിൽക്കുന്നു. അതാണ് ആ ഒരു അധ്യാപകൻ്റെ ശക്തി എന്ന് പറഞ്ഞിരുന്നത്. അതെന്നും നിലനിൽക്കും. ആ കഴിവ് എല്ലാവർക്കും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമുക്ക് ഹരിഹരൻ സാറിനെ വിളിക്കാം. സാറും അധ്യാപകനായിട്ട് കുറെ കാലം ഉണ്ടായിരുന്നതാണ്, 4 വർഷമാണല്ലേ ഹരിഹരൻ സാറേ? അൺമ്യൂട്ട് ചെയ്യൂ സാർ. അൺമ്യൂട്ട് ചെയ്യൂ സാർ. അൺമ്യൂട്ട് ചെയ്യൂ. ഇവിടെ അൺമ്യൂട്ട് ആവുന്നില്ല. സാറ് മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യൂ സാറേ. ഹരിഹരൻ സാർ. കേക്കാമോ ഇപ്പൊ? കേൾക്കാം അല്ലേ? ഞാന് എൻ്റെ ജീവിതത്തില് 3 മാസമേ ഒരു ടീച്ചറായിട്ടിരുന്നുള്ളൂ. അത് ഈ ബെൽഗാമിലുള്ള ഒരു കോളേജിലെ ഒരു ഹോമിയോപ്പതിക് ലെക്ചറായിട്ടാണ് ഞാൻ 3 മാസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. എനിക്കത് ആ കാലഘട്ടം ഇഷ്ടമാണെങ്കിലും അന്ന് അവിടുത്തെ മാനേജറായിട്ടിരുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു IAS ഓഫീസറായിരുന്നു. അങ്ങേരും ഞാനുമായിട്ട് സ്വല്പം അലോരസം ഉണ്ടാകുകയും, അത് വേറൊന്നുമല്ല, അന്ന് മഹാരാഷ്ട്രവാദികളും ഈ ബെൽഗം മഹാരാഷ്ട്രയിൽ വേണമെന്ന് മഹാരാഷ്ട്രക്കാരും കർണാടകയിൽ വേണമെന്ന് കർണാടക സ്റ്റുഡൻസും തമ്മിൽ സമരം ചെയ്തു. അപ്പം ഞാനൊന്ന് അനാട്ടമി ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെയൊക്കെ ഇവിടെ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സമരം വന്നാൽ ക്ലാസ് ഡിസ്പേഴ്സ് ചെയ്യും. ഞാനും അതുപോലെ ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസമൊക്കെ സാധാരണ ഓർഡറിലൊക്കെ ആയി. അപ്പോൾ എനിക്ക് ഈ മാനേജർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ക്ലാസ് തന്നില്ല. ക്ലാസ് എനിക്ക് തരാതെ അയാൾ എന്തെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഏതാണ്ട് 4 ദിവസം സ്റ്റാഫ് റൂമിൽ തന്നെ ഇരുത്തി. അപ്പോൾ എനിക്ക് ഇയാളുടെ സൂക്കേട് മനസ്സിലായി. ഞാൻ ഉടൻ തന്നെ ഒരു റിസൈനേഷൻ ലെറ്റർ എഴുതി കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് ഈ മന്ത്ലി എൻഡിങ് ആണ്. അന്ന് ശമ്പളം എത്ര? 300 രൂപയാണ് അന്ന് കിട്ടുന്നത്.
അപ്പൊ ഞാൻ ഒരു ലെറ്റർ എഴുതി കൊടുത്തു, ഞാൻ ഐ എം റിസൈനിങ് ദിസ് പോസ്റ്റ് ആൻഡ് ഡൊണേറ്റിംഗ് മൈ ലാസ്റ്റ് സാലറി ടു യുവർ ലൈബ്രറി എന്നും പറഞ്ഞ് എഴുതി അയാളുടെ മുന്നിൽ. എന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ അങ്ങേര് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പൈസ നിങ്ങൾ വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു, ഐ ഡു നോട്ട് വാണ്ട് യുവർ മണി എന്നും പറഞ്ഞ് ഞാനിങ്ങനെ അങ്ങോട്ട് പോന്നു. അല്ല, ഐ വിൽ സെൻഡ് മൈ യുവർ ഹോം എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, വാട്ട് എവർ മേ ബി ആസ് യു ലൈക്ക് ഇറ്റ് എന്നും പറഞ്ഞ് ഞാൻ ഇനി പോരുകയും ചെയ്തു. അതാണ് എൻ്റെ ജീവിതത്തിലെ അധ്യാപക ഇതില് ഉള്ള ഒരു അനുഭവം. അതങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ എന്നാലും എൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതായത് ഈ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള റിലേഷൻസ് എപ്പോഴും അത് വളരെ സേക്രഡ് ആയിരിക്കണം. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആ ബന്ധം സേക്രഡ് അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് ഈ ഡീഗ്രഡേഷൻ വന്ന്, അതായത് മോറൽ ഡീഗ്രഡേഷൻ വന്നിട്ട് വിദ്യാർത്ഥിയുടെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് വാങ്ങിച്ചെടുത്ത് വലിക്കുന്ന അധ്യാപകരുള്ള കാലം ഈ അടുത്ത കാലത്തുണ്ടായി. അതുപോലെ തന്നെ എല്ലാ കുൽസിത പ്രവൃത്തികൾക്കും കൂട്ടുനിൽക്കുന്ന അധ്യാപകർ നമ്മുടെ കോളേജുകളിലും. പൊളിറ്റിക്കൽ പാർട്ടിയുടെ എല്ലാ വൈകൃതങ്ങളും ഈ സാറന്മാരുടെ കയ്യിലുണ്ട്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, അപൂർവം നല്ല ടീച്ചേഴ്സും ഉണ്ട്. അപ്പം ഇവരെ കണ്ടാണ് ഈ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു, ഈ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഇറങ്ങുന്ന കുട്ടികള് ഇവരെ പോലെ തന്നെ, ഇവരെ പഠിപ്പിച്ച അധ്യാപകരെ പോലെ തന്നെ മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു നല്ല തലമുറ മോറൽ വാല്യൂസും എത്തിക്സും പരിശീലിച്ച് മുന്നോട്ട് വരേണ്ട ഒരു വലിയ തലമുറ ഭാവി അവരുടെ കയ്യിലായിരിക്കേണ്ടത്. അത് വളരെ മോശമായിരിക്കുന്നു. ഇത് പല ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല. എത്തിക്സും മൊറാലിറ്റി ഇല്ലാത്ത വിദ്യാഭ്യാസം എന്ത് വിദ്യാഭ്യാസമാണ്? പണ്ട് ഈ ബ്രെഡ് വിന്നിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് വളരെ റച്ചഡാണ്. ബ്രെഡ് വിന്നിങ് ആവശ്യമാണ്. പക്ഷേ ആ ബ്രെഡ് വിന്നിങ്ങിന്റെ കൂടെ തന്നെ എത്തിക്സും മൊറാലിറ്റിയും ഉള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകന്റെ ലക്ഷ്യം. ഈ നോളജ് മാത്രം പോരാ. നോളജ് അത് വിശദമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ മൊറാലിറ്റിയും എത്തിക്സും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ അധ്യാപകരെ ബഹുമാനിക്കുന്നു. എനിക്ക് തന്നെ എനിക്ക് മെന്ററായിട്ടുള്ള പ്രൊഫസർമാരുണ്ട്. ഞാൻ അവരുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ എനിക്ക് ചില അധ്യാപകരെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അവരെ ബഹുമാനിക്കുന്നതിനോടൊപ്പം തന്നെ അവരും കൂടെ ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ IFPH ഇത്രയും കാര്യം തുറന്നു പറയാനുള്ള അവസരം ഉണ്ടാക്കിയതിന് ഞാൻ അവരോട് നന്ദി പറഞ്ഞു. അജയ് സാർ വന്നിട്ടുണ്ട്. കാലഘട്ടത്തില് ജോലി ചെയ്ത ഒരാളുടെ ഭദ്രൻ ഡോക്ടർ ഉണ്ട്. ഒരേ സമയത്ത് ഒരേ കാലത്തായിരുന്നു. ഭദ്രൻ ഡോക്ടർ വിളിക്കാം. അജയ് ഭദ്രൻ ഡോക്ടറെ ആശംസ അർപ്പിക്കുന്നതിന് ക്ഷണിക്കുകയാണ്. എനിക്ക് എന്ന അവസരത്തിന് നന്ദി. ഞാനും ഡോക്ടർ ഹരിഹരനും ബൽഗാം കോളേജിലെ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ബൽഗാം കോളേജിലെ ലെക്ചറായിട്ട് വർക്ക് ചെയ്ത ഒരേ കാലഘട്ടത്തിൽ ഡോക്ടറെ റിസൈൻ ചെയ്ത് അതേ ദിവസം തന്നെ ഞാൻ റെസിഗ്നേഷൻ എഴുതി കൊടുത്ത് ഞാനും പോന്നു. സേലം ഹോംസിക്കായിരുന്നു കൂടെ കൂട്ടിക്കോണം. സേലം നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന 2 മലയാളികൾ, പേരെടുത്ത് പറയുന്നില്ല, ഒരാൾ മരിച്ചുപോയി. പിന്നെ അവിടുത്തെ കുട്ടികളൊക്കെ വിട്ട് സമരം ചെയ്യിച്ച ആദ്യമായിട്ട്. അതുമുതൽ മലയാളികളോട് അവർക്കൊരു AM ഷെയ്ഖ് എന്ന് പറഞ്ഞ IAS ഞങ്ങൾക്ക് വിരോധം ഉണ്ടായിരുന്നെന്നും ഞാൻ മനസ്സിലാക്കി. അപ്പോ എന്തായാലും ശരി, ഹരിഹരൻ ഡോക്ടറും ഞാനും ഒരേ മുറിയിലാണ് താമസിച്ചിരുന്നത്. പുള്ളി രാവിലെ വന്നിട്ടൊന്ന് ഞാൻ റെസിഗ്നേഷൻ എഴുതി കൊടുത്തു. എന്നാൽ പിന്നെ ഞാനും റെസിഗ്നേഷൻ എഴുതി കൊടുക്കുന്നു. അപ്പോഴെന്നെ എഴുതി കൊണ്ട് കോളേജ് കൊണ്ട് കൊടുത്തു. I should resign. I want to go home.
യു ആർ സോ പർട്ടിക്കുലർ. യെസ്, ഐ ആം വെരി പർട്ടിക്കുലർ. ഐ ഷുഡ് ഗോ ഹോം നൗ എന്ന് പറഞ്ഞ് പ്ലീസ് അക്സെപ്റ്റ് മൈ റെസിഗ്നേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ രണ്ടിനും ഒരേ ദിവസം റെസിഗ്നേഷൻ എഴുതി കൊടുത്ത് അവിടെ നിന്ന് പിരിയുന്നത്. പിന്നെ എന്റെ പാരന്റേജ്, എന്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പോ അങ്ങനെയുള്ള ഒരു പാരന്റേജ് എനിക്ക് നാട്ടില് നല്ലൊരു ഇമേജ് അതുകൊണ്ട് തന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും എന്റെ പ്രൊഫഷൻ ഞാൻ പ്രാക്ടീസിങ് ഫിസിഷ്യൻ എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നതെങ്കിലും എനിക്ക് അധ്യാപന വൃത്തിയിൽ താല്പര്യമുള്ളത് തന്നെയാണ്. പക്ഷെ എന്റെ തലയിൽ എഴുതിയിട്ടുള്ള എന്താണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും എല്ലാത്തിനും ദൈവത്തിന് നന്ദി. ഈ 20-ൽ എല്ലാവരെയും കാണാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചതിന് വളരെ സന്തോഷമുണ്ട്. ഈ ടീച്ചേഴ്സ് ഡേക്ക് ഒരു 2 വാക്ക് സംസാരിക്കാൻ കിട്ടിയ അവസരം വളരെ നല്ലതാണ്. ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്റെ ഏറ്റവും ഞാൻ ആദരിക്കുന്ന എന്റെ സാറിനെ കാണാൻ വേണ്ടി പോയിരുന്നു. കൊല്ലം കടക്കലാണ്. അദ്ദേഹം വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളായിട്ട് വീട്ടിലാണ്. കഴിഞ്ഞ വർഷം പോകാൻ തുടങ്ങിയിട്ട് എനിക്ക് സാധിച്ചില്ല. അതെ. അപ്പൊ സാറിനെ കാണാൻ വേണ്ടി കഴിഞ്ഞ വർഷം പോയപ്പോഴും സാറ് ഓരോ തവണ വരണ്ടെങ്കിൽ നല്ല സുഖമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇത്തവണ പറഞ്ഞു, ഞാൻ സാറിന് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് വരും. അപ്പൊ നാളെ ഞാൻ പറയാന്ന് പറഞ്ഞു. ഞാൻ നാളെ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു. എന്ന് സാറ് എന്തുമാത്രം നേരം സംസാരിച്ചിരുന്നു. നമ്മൾ 2 മണിക്കൂറോളം സംസാരിച്ചിരുന്നു. ഞാനും വൈഫും മോനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോ സാറിന് സുഖമില്ലെങ്കിലും സാർ അവസാനം ഗേറ്റിന് പുറത്ത് വന്ന് ബൈ പറഞ്ഞിട്ടാണ് പോയത്. അതെല്ലാം വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഏറ്റവും നല്ല ക്ലാസ് എടുത്തിട്ടുള്ള എന്റെ ശരിക്കും പറഞ്ഞാൽ ഹോമിയോപ്പതിക്ക് ആദ്യത്തെ ക്ലാസ്, ഇൻട്രോഡക്ടറി ക്ലാസ് മുതൽ ഫൈനൽ ഇയറിന്റെ ഓർഗനോൺ വരെയുള്ള എല്ലാം സാറിന്റെ ക്ലാസ്സുകളിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതിന് വള്ളക്കൂടിൽ നന്ദിയും കൃതജ്ഞതയും ഉണ്ട്. സംസാരിക്കാൻ കിട്ടിയ അവസരത്തിന് വളരെ നന്ദി ഭദ്രൻ ഡോക്ടറെ. ഇനി നമുക്ക് നമ്മുടെ അജയൻ ഡോക്ടർ, ശാരദാ കൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായ അജയൻ ഡോക്ടറെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. ഡോക്ടർ അജയൻ അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്ത് മാത്രം പോരാന്നേ, ആളെ കാണാൻ വേണം. അല്ലേ എന്തൊരു പ്രഭാഷണം. ഡോക്ടർ അജയൻ നെറ്റ് പ്രോബ്ലം ആണെങ്കിലും തോന്നുന്നു. ഒന്ന് വിളിച്ചു നോക്കാം. രമാദേവി ഡോക്ടർക്ക് ഇപ്പോൾ അജയനിലേക്ക് വരാം. അല്ല, അൺമ്യൂട്ടായി. അജയൻ സംസാരിക്കാമോ? ഓക്കെ സർ. ഗുഡ്. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർമാരെ, IFPHന്റെ ടീച്ചേഴ്സ് ഡേയിലെ എനിക്കൊരു അവസരം അല്ലെങ്കിൽ സംസാരിക്കാൻ അവസരം തന്നതിന് നമ്മുടെ IFPHന്റെ എല്ലാ ഭാരവാഹികളോടും നന്ദി പറയുന്നു. ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം എനിക്ക് ചില കാര്യങ്ങൾ ടീച്ചേഴ്സിന്റെ തൊട്ടു മുമ്പ് സംസാരിച്ച ഭദ്രൻ ഡോക്ടർ, ഞാൻ എൻ്റെ എപ്പോഴും ജീവിതത്തിലെ ഞാൻ ആരോട് സംസാരിച്ചു കഴിഞ്ഞാലും അത് എൻ്റെ ടീച്ചറായിട്ട് ഞാൻ കരുതാറുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും മുന്നോട്ടുള്ള വഴിയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. എന്തെങ്കിലും നമുക്ക് ലേൺ ചെയ്യുവാൻ ആരുടെ അടുത്ത് നിന്നും കഴിയും എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പാഠമാക്കിയിരിക്കുന്നത്. എങ്കിലും എൻ്റെ ജീവിതത്തിലെ ടീച്ചേഴ്സ് എന്നുള്ള നിലയിൽ ഒരുപാട് പേര് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് തൊട്ടു മുമ്പ് സംസാരിച്ച ഭദ്രൻ ഡോക്ടർ സംസാരിച്ച മഹേശ്വരം പിള്ള സാറ് തന്നെയാണ്. ഞാൻ ഒരുപക്ഷെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. ഞാൻ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അതിൽ എങ്കിലും മഹേശ്വരം പിള്ള സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ സാറ് ഏറ്റവും നല്ല ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നത് എങ്കിൽ പോലും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അത് എങ്ങനെ സാറ് കൺവേ ചെയ്യുന്നു എന്നുള്ളത് അത് നമുക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാറ് ഇരിക്കേ ഉള്ളൂ, സാർ ഇരുന്ന് തന്നെയാണ് ആ ബുക്ക് നിവർത്തി വെച്ചിട്ട് സാറ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതേപോലെ ജയപ്രകാശിനി മാഡം, അതേപോലെ മരണപ്പെട്ടു പോയ സുശീല മാഡം, അവരെയൊക്കെയാണ് ആദ്യകാലത്ത് ഹോമിയോപ്പതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നത്.
പിന്നെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്ന എൻ്റെ മെന്റർ എന്ന് ഞാൻ വെച്ചിരിക്കുന്ന 2-3 ഡോക്ടർമാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഡോക്ടർമാരാണ് ഡോക്ടർ കൃഷ്ണകുമാർ, ഡോക്ടർ ബാബുക്കേനോവർ, ഡോക്ടർ മനോജ് സാർ. മനോജ് സാറിനെ എനിക്ക് ഒരിക്കലും ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഹോമിയോപ്പതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ ഒരു നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് മനോജ് സാറ്. അതൊരു ക്ലിനിക്കൽ ആസ്പെക്റ്റിലായാലും ശരി, മറ്റ് ഏത് ലെവലിലായാലും ശരി, ഒരു മോട്ടിവേഷൻ നമുക്ക് എപ്പോഴും, ഇന്നും എനിക്ക് എല്ലാ ദിവസവും മോട്ടിവേഷൻ തരുന്ന അധ്യാപകൻ എന്ന് പറയുന്നത് മനോജ് സാറാണ്. മോട്ടിവേഷൻ ഇല്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരികയും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യുന്നവരാണ് റിയൽ ആയിട്ടുള്ള ടീച്ചേഴ്സ്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മളുടെ അനൗപചാരികമായ വിദ്യാഭ്യാസം അതും പ്രധാനമാണ്. പിന്നെ എനിക്ക് ഈ അവസരത്തിൽ പറയാൻ പ്രധാനപ്പെട്ട ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ലൈബ്രറികളും ടെക്സ്റ്റ് ബുക്കുകളുമാണ്. അപ്പോൾ ഇത് വായിക്കുവാൻ, ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുവാൻ, ലൈബ്രറിയിൽ ഇരിക്കുന്ന ഓരോ ടെക്സ്റ്റ് ബുക്കും, നമ്മളുടെ അലമാരയിൽ ഇരിക്കുന്ന ഓരോ ടെക്സ്റ്റ് ബുക്കും ഒരു ടീച്ചറാണ്. ആ ഒരു മെസ്സേജ് കൂടെ ഞാൻ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചേഴ്സിനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സവീർ സാറിനെ ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ ഇന്ന് ഒരു പ്രാക്ടീസ് മെഡിസിൻ ടീച്ചർ ആകുന്നതിൽ സാറിന്റെ ഒരു റോൾ മോഡലായിട്ട് ഞാൻ എപ്പോഴും മനസ്സിൽ കരുതാറുണ്ട്. അതേപോലെ രവി എം നായർ സാർ, ഇവരൊക്കെ തന്നിരിക്കുന്ന ക്ലാസ്സുകളും ഉപദേശങ്ങളും ഒരു വ്യക്തി എന്നുള്ള നിലയിലും ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ എന്നെയും, ഞാൻ പല ടീച്ചേഴ്സിനെ ബഹുമാനിക്കുന്ന കാര്യത്തിലും ടീച്ചറിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം എന്നുള്ള കാര്യത്തിലും എന്നെ പഠിപ്പിക്കുവാനും മനസ്സിലാക്കുവാനും അത് മറ്റൊരു ജനറേഷൻ പകർന്നു കൊടുക്കുവാനും കഴിയുന്നു എന്നുള്ളതാണ് ഈ ടീച്ചർ എന്നുള്ള നിലയിൽ ടീച്ചേഴ്സ് ഡേയിൽ എനിക്ക് ഓർമ്മിപ്പിക്കുവാൻ ഉള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ എനിക്ക് ഇതിന് അവസരം തന്ന എല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. താങ്ക് യു. നന്ദി അജയൻ ഡോക്ടർ. ഇനി നമ്മുടെ രമാദേവി അമ്പാടി മാഡം സംസാരിക്കുന്നതാണ്. രമാദേവി അമ്പാടി മാഡം കേക്കണ്ട? കേക്കണം. എനിക്ക് വേദനയോടെ നന്ദിയോടെ പറയാനുള്ള ഒരു ഇൻസിഡന്റ് പറയാനാണ് ഞാൻ ഹാൻഡ് റൈസ് ചെയ്തത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛന് ഞങ്ങൾ 10 മക്കളാണ്. ഞാൻ 5ാമത്തെയാണ്. എല്ലാവരും നല്ലോണം പഠിക്കും. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടും ഞാനും തമ്മിൽ അന്ന് പ്ലേസ് മാറ്റം ഉണ്ട്. ഫസ്റ്റ് നല്ലോണം ആൻസർ പറഞ്ഞാൽ അവർക്ക് ഫസ്റ്റ്, കൂടുതൽ മാർക്ക് വന്നാൽ അവർക്ക് ഫസ്റ്റ്, കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്ലേസ് മാർക്ക് കൊടുക്കണം. അപ്പൊ എപ്പോഴും ഞാനും ലൈസ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഐ സ്പെഷ്യലിസ്റ്റ് ആണ് ഡോക്ടർ. ആ ലൈസയും ഞാനും ആണ് കോമ്പറ്റീഷൻ. ലൈസ് ഫസ്റ്റ് ആണെങ്കിൽ ഞാൻ സെക്കൻഡ് ആണെങ്കിൽ ലൈസ് ഫസ്റ്റ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ബാക്കി എല്ലാ സബ്ജക്റ്റിലും ഞാൻ ഫസ്റ്റ് ആയിരിക്കും, എക്സെപ്റ്റ് മാത്സിൽ ലൈസ എപ്പോഴും ഫസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ ആണെങ്കിൽ ഭയങ്കര റഫാ. അതുകൊണ്ട് എനിക്ക് ഉള്ളിൽ ഇത്തിരി പേടിയും ഉണ്ട് ആ ടീച്ചറിനെ. എൻ്റെ ചേച്ചി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചാൽ ചേച്ചിയോട് പറയും. ഞാൻ ഇത്തിരി കുറുമ്പുള്ള കൂട്ടത്തിലുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത്തിരി പേടിച്ചാണ് ഞാൻ ആ ക്ലാസ്സിൽ ഇരിക്കുന്നത്, ടീച്ചറിന്റെ ക്ലാസ്സിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും പഠിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്ന് അപ്പൊ ഈ ലൈസയ്ക്ക് എപ്പോഴും ഫസ്റ്റ് കിട്ടുമ്പോൾ ഞാൻ ലൈസോട് ചോദിച്ചു, ലൈസയ്ക്ക് എങ്ങനെയാ മിൽക്കാമോസ് പറഞ്ഞു തന്നിട്ട് ലൈസ് പെട്ടെന്ന് പഠിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇല്ല രമ, എനിക്ക് പൗലോസ് സാറ് ക്ലാസ് എടുക്കുന്നത്, ട്യൂഷൻ എടുക്കുന്നത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എനിക്കും പൗലോസ് സാറിന്റെ അടുത്ത് ട്യൂഷന് പോകണമെന്ന് പറഞ്ഞു. അന്ന് 10 രൂപയേ ഉള്ളൂ ഫീസ്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇത്രയും മക്കളാണ്. PWDയിൽ എഞ്ചിനീയർ ആയിരുന്നു എൻ്റെ അച്ഛൻ. എന്നാലും ഞങ്ങൾ ഒരു കറപ്ഷൻ ഇല്ലാത്ത ഒരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ അത് അമ്പാടി ശങ്കരമേനോൻ മാത്രമായിരുന്നു. അപ്പൊ അങ്ങനെ അത്രയും ഇതായിട്ട് ഞങ്ങൾ മാറുന്നതാണ്. അപ്പൊ അമ്മ പറഞ്ഞു, എനിക്ക് ഫീസ് കൊടുക്കാനുള്ള വക നമുക്കില്ല മോളെ, ബാക്കി ആർക്കും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നീയും നല്ലോണം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് കരയാം. ആ സമയത്ത് സാറിന്റെ മിസ്സിസ് കാടിവെള്ളം എടുക്കാൻ നമ്മുടെ വീട്ടിൽ വന്നു. അപ്പൊ പറഞ്ഞു, എന്തിനാ അവള് കരയണേന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, അവൾക്ക് പൗലോസിന്റെ അടുത്ത് ട്യൂഷൻ എടുക്കണോ അത്രയെന്ന് പറഞ്ഞു. അപ്പൊ വേഗം അപ്പൊ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ ലിലി ചേച്ചി അങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ലിലി ചേച്ചി വന്നിട്ട് പറഞ്ഞു, നാളെ മുതൽ രമ പൗലോസ് സാറിന്റെ അടുത്ത് ക്ലാസ്സിന് ട്യൂഷന് വരണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ പിറ്റേ ദിവസം മുതൽ ക്ലാസ്സിൽ പോകും. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, ട്യൂഷൻ ഫീസ് തരാത്തവരെ എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഫീസ് കൊടുത്തിട്ടില്ലല്ലോ, ഞാൻ എണീറ്റ് നിന്നു. വേഗം അങ്ങനെ തന്നെ പറഞ്ഞു, നാളെ എല്ലാവരും കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട്, അമ്മ എനിക്ക് ഇന്ന് ഫീസ് കൊടുത്തില്ല, എന്നെ നാളെ എണീപ്പിച്ച് നിർത്തുന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ മോളെ, എനിക്ക് എൻ്റെ ഇല്ല, എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
അപ്പോഴും ഞാൻ വിചാരിച്ചു അമ്മ കുറച്ചു നേരം കഴിയുമ്പോൾ തരുമായിരിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഈ ലില്ലി ടീച്ചർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല ലില്ലി ചേച്ചി വന്നിട്ട് പറഞ്ഞു, രമേ ഇതിൽ ട്യൂഷന് പോരെ, സാറ് പറഞ്ഞിട്ടുണ്ട് ട്യൂഷന് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം ചെന്നു. പിറ്റേ ദിവസം ഞാൻ ആദ്യമേ ചെന്ന വഴി എന്നോട് സാറ് പറഞ്ഞു, ഞാൻ ഇന്ന് ട്യൂഷന് ഫീസ് തരാത്തവരെ എണീറ്റ് വെക്കാൻ പറഞ്ഞാൽ മോളെ എണീറ്റ് വെക്കരുത്, അമ്മ തന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം, അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. അമ്മ അപ്പൊ എന്നിട്ട് പറഞ്ഞു എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് അമ്മ തന്നോളും, മോളെ എണീറ്റ് നിൽക്കരുതെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് 8, 9, 10 പാരൻസിന് ഫുൾ മാർക്സോടുകൂടി ഞാൻ പാസ്സായി. 10ാം ക്ലാസ്സിൽ ഞാൻ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ ഒരു നല്ല കോടിമുണ്ടും ഒരു 101 രൂപയും തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോൾ ആദ്യം പോയി പൗലോസ് സാറിൻ്റെ അടുത്ത് പോയിട്ട് കാല് തൊട്ട് വിറയൽ വെക്കണം, ഈ മുണ്ട് കൊടുത്തിട്ട്, കാരണം ഈ 3 വർഷവും നിനക്ക് ഫീസ് ഇല്ലാതെ സാറ് നിന്നെ പഠിപ്പിക്കുകയായിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ പറയുന്നത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ പോയി സാറിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ ഇതൊക്കെ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറായി. ഒരു ദിവസം എനിക്ക് പരമ്പരയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാശി പിടിക്കുക ചേട്ടനോട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എനിക്ക് ഇത്ര ദൂരം കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, നീ വേണമെങ്കിൽ തനിയെ പോകാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ബസ്സിൽ കയറി എൻ്റെ ചെറായിൽ വന്നു, പനമ്പള്ളി അറിയുന്ന ചെറായിൽ വന്നു. ചെറായിൽ ഞങ്ങളുടെ എല്ലാം അധികം ബസ്സുകാർക്കും എന്നെ അറിയാം, അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് വീടിന് മുമ്പിൽ തന്നെ നിർത്തി തരും. പക്ഷെ അന്ന് എനിക്ക് തോന്നി ഹോസ്പിറ്റലിൽ അവിടെ നിൽക്കണം എന്നും പറഞ്ഞു. ഒരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിൽ അവിടെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി അവിടെ ഇറങ്ങാന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയ വഴിയെ നോക്കുമ്പോൾ ഈ ലില്ലിക്ക് ഓടി വരുമ്പോൾ ഞങ്ങൾക്ക് എന്തേ ചെയ്യുന്ന ചോദിച്ചു. പറഞ്ഞു പൗലോസ് സാറിന് സുഖമില്ല, അവിടെ ICUലാണ് എന്ന്. ഞാൻ വെള്ളം എടുക്കാം, ചൂട് കഞ്ഞിവെള്ളം എടുക്കാൻ പോകാൻ മോളെ എന്ന് പറഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ വീട്. ഞാൻ വേഗം അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ ചെന്നു. എന്നിട്ട് അവിടുത്തെ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഞാൻ ഡോക്ടറാണ്, മമ്മി ഡോക്ടറാണ്, എനിക്ക് എൻ്റെ സാറാണ് അവിടെ കിടക്കണേ, എനിക്കൊന്ന് കാണണമെന്നും വേണ്ടി ഞാൻ ചെന്നപ്പോൾ ഞാൻ അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും സാറ് എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ സാറ് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, വെള്ളം വേണം മോളെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, സാറിന് ആ വെള്ളം കൊടുത്തു. 2-3 പ്രാവശ്യം കൊടുത്തപ്പോഴത്തേക്കും സാറ് മരിച്ചുപോയി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ പൗലോസ് സാറിനെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എനിക്കത് പറയാനാണ് ഞാൻ ചെയ്തത്. മാഡം എല്ലാവരെയും അതിനുശേഷം ഞാൻ ഈ വിവരം അറിഞ്ഞതിന് ശേഷം, ഞാൻ ഡോക്ടറായതിനു ശേഷം സാറിന് പിന്നെ ട്യൂഷൻ എടുക്കാൻ വയ്യാതായി. ഞാൻ എല്ലാ മാസവും 1-ാം തീയതി ഉണ്ടെങ്കിൽ സാറിന് കൊണ്ടുവന്ന ഒരു എമൗണ്ട് ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പൊ സാറ് ഒരു ദിവസം, ഞാൻ ആദ്യത്തെ ദിവസം കൊടുത്തപ്പോൾ സാറ് എൻ്റെ അടുത്ത് എന്നെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചു, എന്നിട്ട് എന്നെ ചേർത്തിട്ട് പറഞ്ഞു, മോളെ ഇന്ന് ഇവിടെ അരി വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അന്ന് മുതൽ സാറ് മരിക്കണ വരെയും ഞാൻ ഒരു എമൗണ്ട് അവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു. നന്ദി മാഡം. ഏതായാലും പഴയ കാര്യങ്ങൾ ഈ അധ്യാപക ദിനത്തിൽ നിന്ന് ഓർക്കാൻ സാധിച്ചു. അതുപോലെ ഇനിയിപ്പം നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നല്ലോ, നന്ദി പറയാനായിട്ട്. ഹലോ. ഡോക്ടറെ, ഈ ഇന്നത്തെ ഈ ദിവസത്തിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ എനിക്ക് വാക്കുകൾ പറഞ്ഞു തന്ന് എന്നെ സംസാരിക്കാൻ പഠിപ്പിച്ചു തന്ന എൻ്റെ അമ്മയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനെയാണ്. ആളുകളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചു തന്ന എൻ്റെ അച്ഛൻ. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച, എന്നെ അടിക്കുകയും നുള്ളുകയൊക്കെ ചെയ്തു തന്ന അധ്യാപകരാണ്. കാരണം എൻ്റെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നെ നല്ല രീതിയിൽ നയിച്ച അധ്യാപകർ, അവരെന്നെ ശകാരിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുമെന്നുണ്ടെങ്കിൽ അന്നൊക്കെ എനിക്ക് അവരോട് വലിയ വാശിയും വെറുപ്പും തോന്നിയെങ്കിൽ ഇപ്പോൾ ഞാനത് കണ്ണീരോടെ അവരെ ഓർക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓർക്കുന്നത് ഈ ഫീൽഡിൽ, ഹോമിയോ ഫീൽഡിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഡോക്ടർമാർ, ഡോക്ടർ ഇസ്മായിൽ ചേട്ട്, ഡോക്ടർ ഭദ്രൻ, പിന്നെ ഇങ്ങനെ ഇന്ന് ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഡോക്ടർമാരും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ അതൊക്കെ പറഞ്ഞു തരുന്ന
അവരും എനിക്ക് ഗുരുക്കൾക്ക് തുല്യമാണ്. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ മരണപ്പെട്ടു പോയതുമായുള്ള നമ്മളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി ജയേന്ദ്രൻ ഡോക്ടറെ. ഇനി നമുക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി നമ്മുടെ IFPHന്റെ ട്രഷറർ കൂടിയായ ഡോക്ടർ TP അനിൽകുമാർ ഡോക്ടറെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. രമ ഡോക്ടർ വളരെ വികാരഭരിതമായി സംസാരിച്ചു. സങ്കടം വന്ന് തുളുമ്പുകയായിരുന്നു. അതുപോലെ ഓരോ അധ്യാപകരെയും ഞാൻ സ്മരിക്കുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ഗുരുനാഥനായ ഡോക്ടർ രവി നായർ സാർ, ജോർജ് സാർ, ശിവരാമൻ സാർ, പിന്നെന്താ പറയാ, നമ്മുടെ ഡോക്ടർ പടിയാർ സാർ, അദ്ദേഹം എന്റെ ഗുരുവും കൂടെയാണ്. എന്താ ജോസഫ് സാർ ഉണ്ടായിരുന്നു. ജോസഫ് സാർ ഉണ്ടായിരുന്നു, മഹേശ്വരൻപിള്ള സാർ, ഇവൻ നമ്മുടെ ഡോക്ടർ രാജീവ് ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ഡോക്ടർ രാജീവ് എല്ലാവർക്കും ഓർമ്മയുണ്ട്, അദ്ദേഹവും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ജയപ്രകാശൻ ടീച്ചർ, അവര് സുഖമില്ലാതെ കിടക്കുകയാണ്. ഇവരെ ഓരോരുത്തരും ഇന്നിപ്പം നമ്മുടെ എന്താ പറയുക, ദാസ് സാറ്, സേഠ് സാറ്, ജോസ് സാറ്, പ്രകാശ് സാറ്, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ IFPHയുടെ അധ്യാപകനായ ഹ്യൂബർട്ട്, ഇവരെ എല്ലാരെയും നമ്മുടെ IFPHന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവരെ ഓരോരുത്തരെയും മുമ്പിൽ നമിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. എന്റെ ഉള്ളിൽ എന്നും അധ്യാപകൻ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. KA ജോസഫ് സാർ. സാറ് നമ്മളെ ഇതിന് വന്നിട്ടുണ്ട് ഒരിക്കലേ. അദ്ദേഹത്തിനെ എന്നും ഞാൻ സ്മരിക്കുന്ന ആളാണ്. എന്നും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തെ ഞാൻ സ്മരിക്കാറില്ല. സമയം കിട്ടുമ്പോൾ കാണാറുമുണ്ട്. മാതാപിതാ ഗുരു ദൈവം, അതാണ് എന്റെ പൊരുൾ. അപ്പൊ ജയചന്ദ്രൻ ഡോക്ടർ പറഞ്ഞതും കറക്റ്റാണ്. ഓരോരുത്തരെയും നമ്മൾ നന്ദിയോടെ സംസ്മരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നന്ദി അനിൽകുമാർ ഡോക്ടറെ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ അധ്യാപക ദിനാചരണം വളരെ ഭംഗിയായിട്ട് നടക്കുവാൻ സാധിച്ചു. ഇന്ന് ഈ ഒരു ചടങ്ങില് നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും, പ്രത്യേകിച്ചും നമ്മുടെ ഉദ്ഘാടനം സേഠ് സാറ്, അതുപോലെ തന്നെ കൃഷ്ണദാസ് പാലേരി സാറ്, ജോസഫ് സാറ്, ഗണേഷ് റാം സാറ്, അജയൻ സാറ്, പ്രകാശ് സാറ്, മനോജ് ഡോക്ടർ, അതുപോലെ ഭദ്രമ്മ ഡോക്ടർ, ഹരിഹരൻ സാറ്, അങ്ങനെ എല്ലാവരെയും, ഭദ്രൻ സാറ്, അങ്ങനെ എല്ലാവരെയും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുത്ത ഹോമിയോപ്പതി സ്നേഹികളും വിദ്യാർത്ഥികളും ഡോക്ടർമാർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ 1466 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായി നടക്കുവാൻ സാധിച്ചു. ഇവിടെ ഈ സൂം വെബിനാർ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.